ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ സുശീല അനുപമയോട് കയർത്തോണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ശേഖരൻ്റെ മുഷിച്ച വസ്ത്രങ്ങളെല്ലാം കൂടെ നമ്മുടെ അനുപമ വാഷിംഗ് മെഷീനിലിട്ട് അലക്കി കൊടുക്കാൻ പോവുകയാണ്. ശേഖരൻ്റെ കൈയെല്ലാം മുറിഞ്ഞിരിക്കുന്നതുകൊണ്ട് അലക്കുകല്ലിൽ അലക്കിയാൽ കൈ വേദനിക്കുമല്ലോ. അതുകൊണ്ടാണ് അനുപമ ആ ദൗത്യം ഏറ്റെടുത്തത് കേട്ടോ. സുശീലയാണെങ്കിലോ അമ്പിനും ബില്ലിനും അടുക്കുന്നില്ല. കണ്ട അലിഞ്ഞു കയറി വരുന്ന അലവലാദികളുടെ വസ്ത്രങ്ങളൊന്നും അലക്കാനല്ല ഈ വീട്ടിലെ വാഷിംഗ് മെഷീൻ എന്ന് പറയാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ താൻ ഈ സാധനങ്ങളെല്ലാം അലക്കല്ലിൽ വെച്ച് അലക്കിക്കോളാം എന്ന് പറയാം കേട്ടോ അനുപമ. അങ്ങനെ ഞാൻ അതിനെ അനുവദിച്ചില്ലെങ്കിലേ നീ ഇതും കൊണ്ട് റോഡിലേക്ക് ഇറങ്ങുമെന്ന് എനിക്കറിയാടി, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്ന് സുശീല പറയാം കേട്ടോ. പക്ഷെ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ട. എൻ്റെ മോൻ ഇന്ദ്രൻ്റെയും എൻ്റെയും കഷ്ടകാലം. ഇങ്ങനെ മറ്റുള്ളവരുടെ വിഴിപ്പലക്കുന്ന ഒരുത്തിയുടെ കൈ കൊണ്ട് വെച്ചുണ്ടാക്കുന്ന സാധനങ്ങൾ വേണമല്ലോ കഴിക്കാൻ. ഇതുകൊണ്ട് വേണ്ടേ നീ ആ വിച്ചുമോന് വരെ വാരി കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അപമാനിക്കുന്നുണ്ട് കേട്ടോ അനുപമയെ. അനുപമ അതൊന്നും കൂസാക്കാതെ തൻ്റെ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശേഖരൻ്റെ വസ്ത്രങ്ങളൊക്കെ അലക്കിക്കൊണ്ടിരിക്കുക. ശേഖരന് ഇതൊക്കെ കേട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ പ്രതികരിക്കാതെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സുശീല നിന്നെ ഞാൻ കാണിച്ചു തരാടി, ഇത് ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് നേരെ ഫോൺ എടുത്ത് ഇന്ദ്രനെ വിളിക്കുകയാണ് കേട്ടോ. ഇന്ദ്രൻ ആ സമയത്ത് ബാങ്കിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ അമ്മേ? നീ ഇപ്പോൾ എവിടെയാടാ? ഞാനൊരാവശ്യത്തിന് ബാങ്ക് വരെ പൊയ്ക്കൊണ്ടിരിക്കുക, റോഡിലാ. എന്താ കാര്യം പറയുമെന്ന് പറയാം കേട്ടോ. എടാ, മറ്റുള്ളവരുടെ വിഴിപ്പലക്കലാണോ? ആ ശേഖരൻ്റെ വേലക്കാരിയാണോടാ നിൻ്റെ ഭാര്യ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. എന്താ അമ്മ, എന്താ കാര്യം? അപ്പം നടന്ന കാര്യങ്ങളൊക്കെ സുശീല പറയാം കേട്ടോ. അല്ല, അതിന് എന്തിനാ വിഴിപ്പലക്കുന്നത്? അവിടെ വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ. പിന്നെ അയാളുടെ മുഷിഞ്ഞ് തുണി അലക്കാനുള്ളതല്ല ഇവിടുത്തെ വാഷിംഗ് മെഷീൻ. അതൊക്കെ ഈ വീട്ടിലെ ആൾക്കാരത് അലക്കാനെന്നൊക്കെ സുശീല പറയാം കേട്ടോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ സുശീല. ഇന്ദ്രനെ മോപ്പിക്കുകയാണ്. അവളെ ആ മുഷിഞ്ഞ വസ്ത്രം ഒക്കെ അലക്കി അവളുടെ ദേഹത്ത് മുഴുവൻ അതിൻ്റെ അണുക്കൾ പറ്റിയിട്ടുണ്ടാവും. ആ കൈകൊണ്ട് വേണ്ടേടാ അവൾ വിച്ചുമോന് വരെ ഫുഡ് വാരി കൊടുക്കാനെന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ഇന്ദ്രനോട് ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിക്കോളണം എന്ന് പറയാം കേട്ടോ. ശരി ശരി, ഞാൻ എന്തേലും തീരുമാനം ഉണ്ടാക്കിക്കോളാം. അമ്മ ഇതിൻ്റെ പേരിൽ വേറെ പ്രശ്നമൊന്നും അവിടെ ഉണ്ടാക്കണ്ട. ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല. നീ വന്ന് ഇതിനൊരു തീരുമാനം എടുത്താൽ മതി. നിൻ്റെ ഭാര്യയോട് മേലിൽ അനാവശ്യ കാര്യങ്ങളിൽ, അതായത് അയാളുടെ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞേക്കെന്ന് സുശീല താക്കീത് നൽകുകയാണ് കേട്ടോ. ഇന്ദ്രനാണെങ്കിലോ ഈ അനുവിന് ഇത് എന്തിൻ്റെ കേടാ, ആൾക്ക് കുറച്ച് കൂടുന്നുണ്ട് തന്നെ വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇന്ദ്രൻ സ്കൂട്ടി എടുത്ത് വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ ഇന്ദ്രൻ കാണുന്ന കാഴ്ച അനുപമ ഈ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ അലക്കിയിട്ട് ഉണങ്ങാൻ വേണ്ടി അയലിലിടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രനെ കണ്ടെന്നു. ഇന്ദ്രേട്ടൻ ഇന്നെന്താ നേരത്തെ വിശന്നോ? അതുകൊണ്ടാണോ പെട്ടെന്ന് പോന്നേ? എന്താ ഭക്ഷണം റെഡി ആയിട്ടില്ലേന്ന് ഇന്ദ്രൻ ചോദിക്കുകയാണ് കേട്ടോ. പിന്നെ അതൊക്കെ എപ്പോഴേ റെഡി. ഇന്ദ്രേട്ടൻ ഒന്ന് ഫ്രഷ് ആയി വരുമ്പോഴേക്കും എല്ലാം റെഡി ആയിരിക്കും എന്ന് പറയാം കേട്ടോ. അങ്ങനെ ഇന്ദ്രനാണെങ്കിലോ അത് കേട്ടോ ഒന്നും പറയാതെ അകത്തേക്ക് കയറിപ്പോയിട്ടോ. മുഖത്ത് കുറച്ച് ഗൗരവം ഉണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടത് ശേഖരന് ടെൻഷനായി. മോളെ, ഇന്ദ്രൻ ആകെ ദേഷ്യത്തിലാണല്ലോ. വന്ന് കയറിയപ്പം തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അച്ഛാ, ഇത് കണ്ടിട്ടായിരിക്കുന്നു ശേഖരൻ പറയട്ടോ. ഇന്ദ്രേട്ടൻ വരുമ്പോൾ തന്നെ മുഖം ആകെ ദേഷ്യത്തിലായിരുന്നു. ചിലപ്പം ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണും, അതായിരിക്കും. അതെന്തായാലും ഞാൻ മാറ്റിക്കോളാം, അച്ഛൻ അതോർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറയാം കേട്ടോ. അങ്ങനെ അനുപമ അകത്തേക്ക് പോയിട്ട് ഇന്ദ്രന് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ആ സമയത്താണ് ഇന്ദ്രൻ നീ കുളിച്ചില്ലേന്ന് ചോദിക്കുന്നത്. ഇതെന്താ പതിവില്ലാത്ത ചോദ്യം? ഞാൻ രാവിലെ കുളിക്കാറുണ്ടെന്ന് ഇന്ദ്രേട്ടന് അറിയില്ലേ? അത് പറഞ്ഞ അനുപമ വീണ്ടും ഭക്ഷണം വിളമ്പാൻ പോകുമ്പോൾ നിർത്താനു, നീ ആകെ മുഷിഞ്ഞിരിക്കുന്നല്ലോ. നീ വസ്ത്രങ്ങളൊക്കെ അലക്കി കഴിഞ്ഞ് മുഷിഞ്ഞ കാണില്ലേ? നിൻ്റെ വസ്ത്രത്തിലൊക്കെ ആ അണുക്കളൊക്കെ ആയിട്ടുണ്ടാവില്ലേ? അത് വെച്ച് എനിക്ക് ഭക്ഷണം വിളമ്പി തന്നാൽ ഞാൻ എങ്ങനെയാണ് അത് കഴിക്കാമെന്ന് ചോദിക്കാം കേട്ടോ. അത് കേട്ടോണ്ട് നമ്മുടെ സുശീല കതക് തുറന്ന് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം സുശീലയുടെ പണിയാണെന്ന് അപ്പോൾ അനുപമയ്ക്ക് മനസ്സിലായിട്ടോ. അപ്പോൾ അനുപമ, ഇന്ദ്രേട്ടാ ഞാൻ വേണ്ട നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? നീ പോയി കുളിച്ചിട്ട് വാ, എന്നിട്ട് മതി എനിക്ക് ഭക്ഷണം എന്ന് പറയാം കേട്ടോ. അതിൽ അനുപമ ആകെ നാണം കെട്ട പോലെ ആയിപ്പോയിട്ടോ. അപ്പം ഇന്ദ്രൻ എന്തായാലും ഞാൻ അകത്ത് പോയിരിക്കാം, നീ കുളിച്ചിട്ട് വാന്നുള്ള വാശി തന്നെയാണേ. അനുപമ ആകെ മുഖം ചടച്ചിരിക്കുക. അപ്പോൾ ഇന്ദ്ര നീ അവിടെ ഇരിക്കേ, ഇവള് അല്ലല്ലോ നിനക്ക് മുൻപേ ഒന്നും വിളമ്പി തന്നോണ്ടിരുന്നേ, ഞാനല്ലേ, ഞാൻ വിളമ്പി തരാമെന്ന് പറഞ്ഞിട്ട് സുശീല വലിയ ആളായിട്ട് ആ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കാണ്ടോ ഇന്ദ്രനാണെങ്കിലും അത് കഴിച്ചുകൊണ്ടിരിക്കുക. അനുപമ ആകെ തല താഴ്ത്തി നാണം കേട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പം എന്തുണ്ടായടി, ആവശ്യമുള്ള കാര്യത്തിലേ ഇടപെടണം, നീ എനിക്ക് വില തരണ്ട,
നിൻ്റെ ഭർത്താവിനെങ്കിലും വില കൊടുക്കണ്ടേ നീ എന്ന് പറയാണ് കേട്ടോ. ഒരു ശുദ്ധിയും വെടുപ്പും ഇല്ലാതെ വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അനുപമയ്ക്ക് അങ്ങ് ദേഷ്യപ്പെട്ടു കേട്ടോ. ശുദ്ധിയും വെടുപ്പും ഒന്ന് കുളിച്ചാലേ ആരുടെ ദേഹവും ശുദ്ധിയാവും, ആരുടെ ദേഹത്തുള്ള ചളിയും ശുദ്ധമാവും. പക്ഷേ ഹൃദയശുദ്ധി എന്നുള്ളൊരു കാര്യമുണ്ട്, അതെ കുളിച്ചതുകൊണ്ട് മാത്രം ഉണ്ടാവില്ല, അതെല്ലാവരും ഓർത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അനുപമ ദേഷ്യത്തോടെ അകത്തേക്ക് പോവുകയാണ് കേട്ടോ. എടാ ഇന്ദ്ര, നീ ഇതുപോലെ തന്നെ അവളോട് പെരുമാറിക്കൊണ്ടിരിക്കണം. ഇപ്പോഴാണ് നീ കുറേ നാളിന് ശേഷം ഒരു നല്ല കാര്യം ചെയ്തത്. ഇതുപോലെ ഓരോ കാര്യത്തിനെ അവൾ ഇറങ്ങി പുറപ്പെടുമ്പേ നീ അവൾക്ക് നല്ല താക്കീത് നൽകണം. ഇല്ലെങ്കിലേ അനാവശ്യ കാര്യങ്ങളിൽ നിൻ്റെ ഭാര്യ ഇടപെടുന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രനെ ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇന്ദ്രനാണെങ്കിലോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അകത്ത് പോയിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്തു. അനുപമ കുളിക്കാനും പോയിട്ടോ. അനുപമ റൂമിൽ കയറി ചെന്നിട്ട് ആകെ സങ്കടപ്പെട്ടിരുന്നു, കണ്ണൊക്കെ നിറഞ്ഞിരുന്നു കേട്ടോ. ഇന്ദ്രൻ ഇങ്ങനെ പറയുന്നൊന്നും അവൾ തീരെ പ്രതീക്ഷിച്ചില്ലായിരുന്നേ. ഇതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആനന്ദമാഷിൻ്റെ വീടാണ് കേട്ടോ. ആർച്ചമോക്കും ഭദ്രമോക്കും പനിയുണ്ട് കേട്ടോ, കുറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ അവരെ ഇങ്ങനെ ബെഡിൽ കിടക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്പിളി ആനന്ദമാഷും. ലച്ചുമോളെ സ്കൂളിൽ നിന്ന് കൂട്ടാൻ പോകാനുള്ള സമയമായിട്ടുണ്ട്. അച്ഛൻ വിനീനെ ഒന്ന് വിളിച്ചു നോക്ക്, അവൻ ഇതുവരെ കണ്ടില്ലല്ലോ, അവൻ എന്താ ഉത്തരവാദിത്വം കാണിക്കാത്തേ? അവനോട് ഞാൻ പറഞ്ഞതാണല്ലോ എനിക്ക് 3 മണിക്ക് ലച്ചുമോളെ വിളിക്കാൻ പോകണമെന്ന്. അതിനെന്താ അമ്പിളി, ഞാനിവിടെ ഇല്ലേ, നീ പോയി വിളിച്ചോ. പിന്നെ വിനയൻ്റെ ഉത്തരവാദിത്വ ബോധത്തിനെ കുറിച്ച് നിനക്ക് അറിയാത്തതാണോ? അവൻ ഇനി പിള്ളേരെ ഇവിടെ ഉപേക്ഷിച്ച് പോയതെങ്ങാനും ആണോ? ആണെങ്കിലും ഇപ്പം നമുക്ക് നോക്കാലോ, അവൻ ഉപേക്ഷിച്ചെന്ന് കരുതി ഈ കുഞ്ഞുങ്ങൾ അനാഥരൊന്നും ആവില്ലല്ലോ എന്ന് അനന്തമാഷ് പറയാം കേട്ടോ. അത് ശരിയാ, ചീരുവിൻ്റെ മക്കളെ അവൻ നോക്കിയില്ലെങ്കിലും നമ്മൾ നോക്കില്ലേ, പക്ഷെ എന്നാലും അങ്ങനെയല്ലല്ലോ എന്നൊക്കെ പറയാം കേട്ടോ. ഞാൻ നോക്കിക്കോളാം, നീ ലച്ചുമോളെ കൂട്ടി വന്നോന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അമ്പിളി പറഞ്ഞു, എന്നാലും അച്ഛൻ അവനെ ഒന്ന് വിളിച്ചെങ്കിലും നോക്ക്, അവൻ്റെ ഏതെങ്കിലും ഒരു അമ്മയുടെ സ്ഥാനത്ത് ആരെങ്കിലും ഇവിടെ വേണ്ടേ? ഈ മക്കൾ പനിച്ച് കിടക്കുന്നത് കണ്ടിട്ട് എനിക്ക് പോകാൻ തോന്നാഞ്ഞിട്ടാ. ഇതിപ്പോൾ അവൻ്റെ വീട്ടിലാണെങ്കിൽ അവൻ്റെ അമ്മ നോക്കുമല്ലോ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അനന്തമാഷ് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാൻ വിളി, നീ ഇവിടെ നിന്നോ, ഞാൻ പോയി മക്കളെ കൂട്ടി വന്നേക്കാമെന്ന് പറയാം കേട്ടോ. അയ്യോ, അച്ഛൻ അത്രയും ദൂരം പോകാനോ? പിന്നെ അതെന്താ, നീ ഇപ്പോൾ വല്ല ജോലിക്കും പോകുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ വേണ്ടേ ലച്ചുമോളുടെ കാര്യം നോക്കാൻ? അത് ശരിയാ, പക്ഷെ അച്ഛനറിയോ? പിന്നെ വിച്ചുമോൻ പഠിക്കുന്ന അതേ സ്കൂളല്ലേ? അതെനിക്കറിയാം, അനു പറഞ്ഞു തന്നിട്ടുണ്ട് എവിടെയാണെന്ന്. എന്നാൽ പിന്നെ അച്ഛൻ പൊക്കോന്ന് പറയാം കേട്ടോ. അങ്ങനെ അനന്തമാഷ് ലച്ചുമോളെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അങ്ങനെ അതേ സമയത്ത് അനുപമ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇന്ദ്രൻ കിടന്നുറങ്ങുക കേട്ടോ. അങ്ങനെ അനുപമ ആകെ വിഷമത്തോടെ മുടിയൊക്കെ ചീകിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ചീപ്പ് കയ്യിൽ നിന്ന് താഴെ വീഴുന്ന ശബ്ദം കേട്ടിട്ടാണ് ഇന്ദ്രൻ എഴുന്നേക്കുന്നത് കേട്ടോ. അയ്യോ, നേരം വൈകിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ പെട്ടെന്ന് തന്നെ മുഖം കഴുകി വരികയാണ് കേട്ടോ. എന്നിട്ട് കീ എടുത്തിട്ട് അനു ഞാൻ പോയിട്ട് വരാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ അനുപമ പറഞ്ഞു, ഇന്ദ്രേട്ടനെ എന്നെ ഒന്ന് നഴ്സറിയിൽ വിടണം, ഇനിയിപ്പോൾ ഞാൻ നടന്ന് അവിടെ എത്തുമ്പോഴേക്കും ലേറ്റ് ആവുമെന്ന് പറയാം കേട്ടോ. എന്നാൽ ഞാൻ വിച്ചുമോനെ പോയി കൂട്ടി കൊണ്ടുവന്നോളാം, നീ പോകണ്ടാന്ന് ഇന്ദ്രൻ പറയാം കേട്ടോ. അതെന്താ, കുളിച്ചിട്ട് എൻ്റെ അശുദ്ധി മാറിയില്ലേ എന്ന് അനുപമ ചോദിക്കാം കേട്ടോ. എൻ്റെ അനു, ഞാനത് അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് പറഞ്ഞു എന്ന് കരുതിയിട്ട് നീ ഭക്ഷണം പോലും കഴിച്ചില്ലല്ലോ, നീ ആദ്യം പോയി ഭക്ഷണം കഴിക്കി, അപ്പോഴേക്കും ഞാൻ വിച്ചുമോനെ കൂട്ടി വന്നേക്കാം. ഇന്ദ്രേട്ടനല്ലേ ഓൾറെഡി ലേറ്റായി എന്ന് പറഞ്ഞതെന്ന് അനുമുഖം കടുപ്പിച്ചുകൊണ്ട് ചോദിക്കാം കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, ഞാൻ കൂട്ടി വന്നോളാം, നീ ചെല്ല്, നീ പോയി ഭക്ഷണം കഴിക്കി. സോറി അനു, ക്ഷമിക്ക്, ഞാൻ അപ്പോഴത്തെ ഒരു ഇതിൽ പറഞ്ഞതാ, അല്ലാതെ നിൻ്റെ ശുദ്ധിയിലോ വൃത്തിയിലോ ഒന്നും എനിക്കൊരു സംശയം ഉണ്ടായിട്ടൊന്നുമല്ല. നീ അനാവശ്യമായിട്ട് കൂടുതൽ ജോലിഭാരം എടുത്ത് തലയിൽ വെക്കുന്നത് എന്താ, അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയാം കേട്ടോ. അപ്പോൾ അനു ചെറുതായിട്ടൊന്ന് അയഞ്ഞിട്ടോ. എന്തായാലും ഞാൻ വിച്ചുമോനെ കൂട്ടി വരുമ്പോഴേക്കും നീ ഭക്ഷണം കഴിച്ച് റെഡിയായിട്ട് ഇരിക്കണമെന്ന് അങ്ങനെ അനുപമയോട് പറയാം കേട്ടോ. അങ്ങനെ അനുപമയും പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഇന്ദ്രനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ, വിച്ചുമോനെ കൂട്ടാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ എടുത്ത് പോവുക. ഇതേ സമയത്ത് അനന്തമാഷ് സ്കൂളിലെത്തി കഴിഞ്ഞിട്ട് 2 മക്കളെയും കൂട്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ദ്രൻ വരുന്ന റോഡ് കൂടെ തന്നെയാണ് വരുന്നത്. ഇന്ദ്രൻ കുറച്ച് വൈകി പോയിട്ടോ ട്രാഫിക്കായിട്ട്. അപ്പോൾ ആണ് ദേ അച്ഛൻ വരുന്നു എന്ന് അനന്തമാഷ് പറയുന്നത് കേട്ടോ. വിച്ചുമോനെ മുത്തശ്ശൻ്റെ കൂടെ പോന്നോ നീ? ഇന്ദ്രൻ ഈ വഴി വരും എന്ന് അറിയുന്നതുകൊണ്ടാണ് ഇവനെ കൂട്ടിയെന്ന് പറയാൻ കേട്ടോ. എന്നാൽ പിന്നെ വിച്ചുമോനെ എന്താ പറയുക, ലച്ചുമോളുടെ വീട്ടിലേക്ക് പോകണമെന്ന് വിച്ചുമോൻ പറയാൻ കേട്ടോ. അത് നമുക്ക് പിന്നൊരു ദിവസം പോവാമെന്ന് ഇന്ദ്രൻ പറഞ്ഞതും അനന്തമാഷും ചിരിക്കുകയാണ് കേട്ടോ. അല്ല, എന്താ അമ്പിളി എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ അവിടെ വിനയം മക്കളെ കൊണ്ട് വിട്ടിട്ടുണ്ട്, അവർക്ക് പനിയാണ്, അതുകൊണ്ടാന്നൊക്കെ പറഞ്ഞു കേട്ടോ അനന്തമാഷ്. എന്നാൽ പിന്നെ ലച്ചുമോളെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോക്കട്ടെ, വിച്ചുമോനൊരു കൂട്ടാവുമല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് നമ്മുടെ
ഇന്ദ്രൻ അങ്ങനെ ചോദിച്ചതും അനന്തമാഷ് പറഞ്ഞു, അത് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ അതിനൊക്കെ ഉള്ളൊരു സാഹചര്യമാണോ ഇന്ദ്ര അവിടെയെന്ന് അനന്തമാഷി ചോദിക്കാം കേട്ടോ. അവിടെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. വീണ്ടും അടുത്ത കിടിലൻ വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.